പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷവും സുഖമായിരിക്കുന്നല്ലോ. ആരാണ് നിങ്ങളുടെ സ്നേഹിതൻ? ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ്. കഷ്ടതയിലിരിക്കുമ്പോൾ നിനക്ക് താങ്ങായി തണലായി ആരാണോ വരുന്നത്, അവനാണ് നിൻ്റെ ഉറ്റ സുഹൃത്ത്. അവനെ നിനക്ക് വിശ്വസിക്കാം. പുറമേ വാർണിഷ് അടിക്കുന്നവരെ നീ വിശ്വസിക്കരുത് കേട്ടോ. നിന്നെ സുഖിപ്പിച്ച് വർത്താനം പറയുന്നവരെ നീ അധികം വിശ്വസിക്കരുത്. പക്ഷേ നിന്നെ പലപ്പോഴും ശകാരിക്കുകയും നിന്നെ പലപ്പോഴും തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയും അല്ലെങ്കിൽ നിനക്കെതിരെ ഷൗട്ടിയൊക്കെ ചെയ്യുന്ന ചിലർ കാണും. സത്യം പറയുന്ന അവരാണ് യഥാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആരാണോ അവരാണ് നിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ. ദൈവത്തിന് അത് തന്നെ പറയുന്നത്. അനർത്ഥകാലത്ത് ആരാണോ നിന്റെ കൂടെ നിൽക്കുന്നത്, നിന്നെ സേവ് ചെയ്യുന്നത്, അവരാണ് യഥാർത്ഥ സ്നേഹിതർ. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞ ആ വചനം ഒന്ന് ഭയങ്കരമായി എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വചനം ഈ ദിവസങ്ങളിൽ. സ്നേഹിതൻ എല്ലാ കാലത്തും നിന്നെ സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ നിന്റെ സഹോദരനായിരിക്കും. സ്നേഹിതനാണോ നിന്റെ സന്തോഷവേളയിലും സന്താപവേളയിലും ദുഃഖവേളയിലും നിന്റെ ഏതവസ്ഥയിലും ആ സ്നേഹിതൻ കൂടിയിരിക്കും. അല്ലാത്തവരാരും യഥാർത്ഥ സ്നേഹിതരല്ല, യഥാർത്ഥ സുഹൃത്തുക്കളല്ല. നിന്നെ പൊക്കി പറയുമായിരിക്കും, നിന്നെപ്പറ്റി ഭയങ്കരമായി പൊക്കി ഷടിച്ച് നിന്നെ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലോ നമ്മളെ കൊമ്പേ കയറ്റും. അവരല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. നിന്റെ കഷ്ടകാലത്ത് നിന്റെ കൂടിയിരിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ഇന്ന് പകൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രതിസന്ധിയിൽ ആരാണോ കൂടെ നിൽക്കുന്നത്, ആരുമാകട്ടെ, ആ വ്യക്തിയെ നീ വിശ്വസിക്കണം. ആ വ്യക്തിയെ നീ ചതിക്കരുത്. ആ വ്യക്തിയെ വേദനിപ്പിക്കരുത്. ഗോഡ് ബ്ലസ് യു. ഇന്ന് പകൽ അതിനായി ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.